നിങ്ങളുടെ ശവക്കുഴികളിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവയാണ് എന്ന് നിങ്ങൾ അറിയുമെന്ന്. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞാൻ നിങ്ങളെ കയറ്റുമ്പോൾ, ആയിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് ഞാൻ നിങ്ങളെ കയറ്റുമ്പോൾ, കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. തീർന്നുപോയി എന്ന് വിചാരിച്ച് എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടി നടന്നു പോയപ്പോഴും നീ ഒരനർത്ഥവും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് കൈ പിടിച്ച് നടത്തിയ ആ വലിയ ദൈവത്തെക്കുറിച്ചുള്ളൊരു വിശ്വാസം തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതിന് പകരം അയ്യോ ഞങ്ങൾ നശിച്ചുപോയി എന്ന് പറയുന്ന അവസ്ഥ പലപ്പോഴും വിശ്വാസ ജീവിതത്തിൽ തകർച്ചയിൽ ഉണ്ടാകാറുണ്ടോ? എന്നാൽ പ്രിയമുള്ളവരെ, ലഭിച്ചതല്ലാതെ നമുക്ക് മറ്റൊന്നുമില്ല എന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. ഇന്നലെ സന്ധ്യയിൽ നമ്മോടൊപ്പം സന്തോഷിച്ചവർ ഇന്ന് പ്രഭാതത്തിൽ സന്തോഷിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ നിസ്സാരമായ ഒരു ക്ലീഷേ ഡയലോഗായിട്ടൊക്കെ നമുക്ക് തോന്നും. എന്നാൽ ഏറെ സങ്കടത്തോടുകൂടി ഒരു പ്രാർത്ഥനയുടെ ആവശ്യം ആദ്യം തന്നെ നിങ്ങളോട് പങ്കുവെക്കട്ടെ. ഞാൻ പുത്തൻകാവ് സെന്റ് മേരീസ് കത്തീഡ്രൽ ഇടവകാംഗമാണ്. ഞങ്ങളുടെ പള്ളിയുടെ താഴെ, ഞങ്ങളുടെ പള്ളിയിലെ മദ്ബഹായിലൊക്കെ കയറുന്ന വളരെ മിടുക്കനായ ഒരു +2 കഴിഞ്ഞ ഒരു പയ്യൻ, എബിൻ എന്നാണ് ആ മോൻ്റെ പേര്. അവൻ വളരെ മിടുക്കനാണ്. അവൻ ഡിസ്ട്രിക്ട് പ്ലെയറാണ്, ഡിസ്ട്രിക്ട് ബാഡ്മിൻ്റൺ പ്ലെയറാണ്. അവന് ആരോഗ്യ ദൃഢഗാത്രനാണ്. ചെറുപ്പം മുതൽ തന്നെ നല്ല പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് നല്ല സ്റ്റാമിനയുള്ള, നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞാണ്. അവൻ എല്ലാ കാര്യത്തിലും ആക്റ്റീവാണ്. ഈ ഇടയായിട്ട് അവൻ കോർട്ടിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ അവൻ്റെ കാല് വേച്ചു പോകുന്നുണ്ടായിരുന്നു. അപ്പം അവൻ്റെ കോച്ച് അവനോട് പറഞ്ഞു, നിനക്ക് കോൺസെൻട്രേഷൻ കുറവായതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് കളിക്കണ്ട. അതൊരു പണിഷ്മെൻ്റ് ആയിട്ട് അവനെ മാറ്റി നിർത്തി. എന്നിരുന്നാലും കോച്ചിനോടുള്ള സ്നേഹനിമിത്തം അവൻ തുടർച്ചയായിട്ട് ആ കോച്ചിങ് സെൻറ്ററിൽ ചെല്ലുമായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കോച്ച് അവനോട് പറഞ്ഞു, നിന്റെ മുഖത്തിന് വല്ലാതെ ഒരു മഞ്ഞ നിറമുണ്ട്. നീ അത്യാവശ്യമായിട്ടും മഞ്ഞപ്പിത്തം ഒന്ന് നോക്കിയിട്ട് മാത്രം ഈ കോർട്ടിൽ ഇനി കളിക്കാൻ വന്നാൽ മതി. ഈ അവൻ്റെ ഗുരുനാഥനോടുള്ള സ്നേഹനിമിത്തം അവൻ വെറുതെ അവൻ്റെ ഗുരുനാഥനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രം അവൻ്റെ ബ്ലഡ് നമ്മുടെ അടുത്തുള്ളൊരു ലാബിൽ കൊണ്ടു കൊടുത്തു. പെട്ടെന്ന് തന്നെ ലാബുകാരൻ ഈ കുഞ്ഞിൻ്റെ അപ്പനെ വിളിച്ചിട്ട് പറഞ്ഞു, എത്രയും വേഗം ഈ ലാബിലേക്കൊന്ന് വരണം, അവനെ കൂട്ടിക്കൊണ്ട് വരണം, ഒന്നുകൂടെ എനിക്ക് ടെസ്റ്റ് ചെയ്യണം. റിസൾട്ട് ചോദിച്ചപ്പോൾ ഈ കുഞ്ഞിൻ്റെ അപ്പൻ്റെ കയ്യിൽ കൊടുക്കാതെ അവൻ്റെ കോച്ചിനെ വിളിച്ചിട്ട് ഇത് കൊടുത്തിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു നല്ല ആശുപത്രിയിൽ പോകണം. പ്രധാനപ്പെട്ട കാരണം ആ ആദ്യത്തെ ഫൈൻഡിങ്ങിൽ അവൻ്റെ HB വെറും 5 മാത്രമാണ്. 1,00,000-ൽ കൂടുതൽ വേണ്ട പ്ലേറ്റ്ലെറ്റ് ഒക്കെ 0.04. ഈ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നത് തന്നെ വലിയ അത്ഭുതം എന്ന് പറഞ്ഞ് അവനെ ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞു വിടുകയാണ്. എല്ലാ ടെസ്റ്റുകളും പൂർണ്ണ ആരോഗ്യത്തോടുകൂടി അവൻ ഇരിക്കുന്നു. അവൻ ഓടിച്ചാടിയാണ് ഹോസ്പിറ്റലിൻ്റെ സ്റ്റെപ്പൊക്കെ കയറി അകത്ത് ചെന്നത്. ദിവസങ്ങളെടുത്തു ടെസ്റ്റുകളുടെ റിസൾട്ട് വരാൻ. ടെസ്റ്റുകളുടെ റിസൾട്ട് വന്നപ്പോൾ സിവിയർ എപ്ലാസ്റ്റിക് അനീമിയ എന്ന് നമ്മളാരും അധികമൊന്നും കേട്ടിട്ടില്ലാത്തതും ഡോക്ടർമാർക്ക് വളരെ പരിചിതവുമായ ഒരു അസുഖമാണത്. അതിന് ഇത്രയേ ഉള്ളൂ മറുമരുന്ന്, അവൻ്റെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. കുറഞ്ഞതൊരു 45 ലക്ഷം രൂപ വില വരുന്ന ഒരു മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. വീണ്ടും ഡോക്ടർ പറയുന്നു, അവൻ്റെ സഹോദരിയുടെ അല്ലെങ്കിൽ സഹോദരൻ്റെ മജ്ജയെ ഇവൻ ഏറ്റവും ആപ്റ്റായിട്ടും സൂട്ടായിട്ടും വരികയുള്ളൂ. അങ്ങനെ അവനെ ഇവിടെ നിന്ന് നിൽക്കണ്ട എന്ന് പറഞ്ഞ് വെല്ലൂരിലേക്ക് കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. 1.5 ലക്ഷം രൂപയോളം വില വരും സ്വന്തം സഹോദരിയുടെ ക്രോസ് മാച്ച് ചെയ്യാൻ മജ്ജ. അങ്ങനെ ചെയ്തുവെങ്കിലും ഹാഫ് മാച്ച് മാത്രമേ ആയിട്ടുള്ളൂ. ഫുൾ മാച്ച് ഉണ്ടെങ്കിൽ മാത്രമേ ആ സർജറി ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഓരോ 1.5 ദിവസങ്ങൾ കൂടുമ്പോഴും അവൻ്റെ ശരീരത്തിൽ കുറഞ്ഞ ഒരു 8 പേരുടെ രക്തം കയറ്റിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ആ കുഞ്ഞ് വളരെ ആരോഗ്യത്തോടെ ഇന്ന് ആയിരിക്കുന്നത്. നമ്മൾ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. ആമുഖമായി പറഞ്ഞത് 2 കാര്യമാണ്. ഒന്ന്, നിൽക്കുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ നാം വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവേൻ. 2, നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഈ കുഞ്ഞിനെ കൂടി ഓർക്കണമെന്ന് ആദ്യമേ തന്നെ ഓർമ്മിപ്പിക്കുകയും ചെയ്യാണ്. ഇന്ന് ഞങ്ങളുടെ ദേശത്തിൻ്റെ മുഴുവൻ പ്രാർത്ഥന വിഷയവും ഞങ്ങളുടെ എല്ലാം കൈത്താങ്ങലുമാണ്. ആ കുഞ്ഞിന് ഇനി എന്നാളെ കിട്ടുന്നുവോ അന്ന് മാത്രമേ ആ സർജറി നടക്കുകയുള്ളൂ. ഇവിടെ ഉണങ്ങിയ പല ഭാവങ്ങളിലും പിണക്കങ്ങളിലുമൊക്കെ കൂടെയുള്ളവരോട് പോലും മിണ്ടാതിരിക്കുന്ന ഒരു പ്രവണത നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളോടൊപ്പം വണ്ടിയിൽ ഇരുന്ന് വന്നവരോട് ചിരിക്കാൻ നമുക്ക് വയ്യ. നമ്മളോടൊപ്പം ജീവിച്ച സഹോദരങ്ങളെ സ്നേഹിക്കാൻ നമുക്ക് വയ്യ. ഓരോരുത്തരിലും ഉണങ്ങിയ ഭാവങ്ങൾ വ്യത്യസ്തമാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ 4 വശത്തു കൂടി പ്രതിസന്ധികൾ വരുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. എന്നെ സഹായിക്കാൻ ലോകത്തിൽ ആരുമില്ല എന്ന് തോന്നിപ്പോകുന്ന ചില സംഭവങ്ങൾ. ഒരു കഥ പറയട്ടെ. ഒരിക്കൽ കാട്ടിൽ ശക്തമായ ഒരു കാട്ടുതീ. ഈ കാട്ടുതീ കണ്ട് മൃഗങ്ങളെല്ലാം പ്രാണന് വേണ്ടി ഓടുകയാണ്. പൂർണ്ണ ഗർഭിണിയായ ഒരു മാനും തൻ്റെ ജീവനെ സംരക്ഷിക്കാൻ വേണ്ടി ഓടുന്നുണ്ട്. ഈ മാൻ ഓടുന്നുണ്ടെങ്കിലും ഓട്ടത്തിനിടയിൽ പ്രസവ വേദന അതിന് അനുഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ ഓടാതിരിക്കാൻ നിവർത്തിയില്ല.
ഒരു വശത്ത് വേദനയെങ്കിൽ മറുവശത്ത് കാട്ടുതീയാണ്. ഈ മാൻ പെട്ടെന്ന് ശ്രദ്ധിക്കുകയാണ്, ദൂരെ നിന്ന് എതിർദിശയിൽ നിന്നൊരു വേടൻ ഈ മാനിനെ തന്നെ ലക്ഷ്യമാക്കി അമ്പ് കുലച്ചുകൊണ്ട് നിൽക്കുകയാണ്. തൻ്റെ മുൻപിൽ നിൽക്കുന്ന പ്രതിസന്ധിയോർത്ത് തിരിഞ്ഞോടാൻ മാൻ ശ്രമിക്കുമ്പോൾ എതിർദിശയിൽ നിന്ന് അലറി വരുന്ന ഒരു സിംഹത്തിന്റെ ശബ്ദം ഈ മാൻ കേൾക്കുകയാണ്. ഈ സിംഹം മുന്നിലേക്ക് ഓടിയാൽ സിംഹവും, പിന്നിലേക്ക് ഓടിയാൽ ഈ വേടനും, എതിർവശത്തേക്ക് ഓടിയാൽ കാട്ടുതീയും, തൻ്റെ ശരീരത്തിൽ അനുഭവിക്കുന്ന അതിവേദനയും എന്തു ചെയ്യണമെന്നറിയാതെ ഈ മാൻ സങ്കടത്തോടെ അവിടെ അടങ്ങി ഒരു കുറ്റിക്കാടിനുള്ളിൽ തന്നെ അഭയം പ്രാപിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ ഇരുന്ന് മാൻ ഭയങ്കരമായി അതിവേദനയോടെ കരയുമ്പോൾ പെട്ടെന്ന് ഇടിവെട്ടുന്ന ഒരു ശബ്ദം കേൾക്കുകയാണ്. ഇടിവെട്ടുന്നതിനോടൊപ്പം തന്നെ വലിയൊരു അലർച്ചയും കേട്ടു. ഈ അലർച്ചയുടെ കാരണം ഇടിവെട്ടിയ ഞെട്ടലിൽ വേടന്റെ കയ്യിൽ നിന്ന് അമ്പറിയാതെ തെറിച്ചുപോയി. എതിർദിശയിൽ വന്ന സിംഹത്തിന്റെ മുതുകിലാണ് അത് കൊണ്ടു കയറിയത്. ഈ സിംഹത്തിന് വേദനിച്ചപ്പോൾ സിംഹം ഈ വേടനെ ലക്ഷ്യമാക്കി ഓടുകയാണ്. ഇടിമിന്നലിന് അല്പസമയം ശേഷം ശക്തിയായി മഴ പെയ്യുകയാണ്. ശക്തിയായിട്ട് മഴ പെയ്തപ്പോൾ കാട്ടുതീയെ ആരും കെടുത്താതെ തന്നെ കെടുന്നതായിട്ട് കാണുകയാണ്. ഇതിൻ്റെ എല്ലാം തിരക്കിനിടയിൽ മാൻ തൻ്റെ കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്യുകയാണ്. പ്രിയമുള്ള വിശ്വാസികളുടെ സമൂഹമേ, നമ്മുടെ എല്ലാം ജീവിതത്തില് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നാല് ചുറ്റിലുമാണെന്ന് പരസ്പരം പറയുന്നവരാണ് നമ്മളോട് തന്നെ പറയും, വീട്ടിലുള്ളവരോട് പറയും, ചുറ്റിലുമുള്ളവരോട് പറയും. എന്നെ പോലെ പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്നവർ ആരുമില്ല. ചിലർക്ക് രോഗങ്ങളാണെങ്കിൽ ചിലർക്ക് ദുഃഖങ്ങളാണ്. പക്ഷെ അതിനെല്ലാം ഒരു കാലമുണ്ട്. ഇവിടെ മാനിന്റെ കണ്ണുനീര് കണ്ടതിനെ സംരക്ഷിച്ചവനായ ദൈവം, അതിൻ്റെ മുൻപിലുള്ള പ്രതിസന്ധികളെ അസാധ്യമായ രീതിയിൽ സംരക്ഷിച്ച ദൈവം നമ്മെയും ദേശത്ത് സംരക്ഷിച്ചു നിർത്തുവാൻ മതിയായ ദൈവമാണെന്ന് നമുക്ക് ഉറപ്പായിട്ടും അറിയാം. എന്നാൽ ചില വീണ്ടെടുപ്പുകൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ആവശ്യമാണ്. ചില മാറ്റങ്ങൾ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നില്ലേ? കാരണം ദൂരെ നിന്ന് നോക്കുമ്പോൾ കാടുകൾ ഇങ്ങനെ ശക്തമാണെന്ന് തോന്നും. പക്ഷെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് എല്ലാ മരങ്ങളും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് നിൽക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ദൂരെ നിന്ന് നോക്കുമ്പോൾ പലരും സ്നേഹമാണെന്ന് നമുക്ക് കരുതും. ദൂരെ നിന്ന് നോക്കുമ്പോൾ പലർക്കും സന്തോഷമാണെന്ന് നമുക്ക് കരുതും. എന്നാൽ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ മാത്രമാണ് ഓരോരുത്തർക്കും ഒറ്റപ്പെട്ട വേദനകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ പരസ്പരം നമ്മൾ കാണിക്കും ലോകത്തെ ഞങ്ങൾ ഓരോരുത്തരും സന്തുഷ്ടരാണ് എന്ന്. നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ആർക്കുമില്ലാത്ത പ്രശ്നങ്ങളാ എനിക്കെന്ന് പറയും. ചെറിയൊരു നിസ്സാര ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ആശ്വസിക്കുന്നത് മറ്റുള്ളവർക്കും ഉണ്ടല്ലോ എന്ന് നിസ്സാരമായി പറയുവാണെങ്കിൽ, നമ്മുടെ വീട്ടിൽ കറണ്ട് പോകുമ്പം നമ്മൾ ആദ്യം എന്താ നോക്കാറുള്ളത്? എന്താ നമ്മൾ നോക്കുക? നമ്മുടെ വീട്ടിൽ കറണ്ട് പോയാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ? ജനലിൽ കൂടെ നോക്കും, അപ്പുറത്തെ വീട്ടിൽ കറണ്ട് ഉണ്ടോ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് ഏതായാലും അപ്പുറത്തൊന്നും എല്ലായിടത്തും ഒന്നിച്ചായി. ഇങ്ങനെ പരസ്പരം പറഞ്ഞ് ആശ്വസിക്കുന്ന ഒരു രീതിയിൽ നിന്ന് അങ്ങനെ ആശ്വസിച്ച് കളയേണ്ടതല്ല ക്രിസ്തീയ ജീവിതം. മറിച്ച് സക്കായിയോട് കർത്താവ് പറയുന്നുണ്ട്, നീ ആയിരിക്കുന്ന മരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വാ, നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നൊന്ന് താഴേക്ക് ഇറങ്ങി വാ. നിന്നിലെ ഉണങ്ങിയ ഭാവം എന്തെന്ന് നീ കണ്ടുപിടിക്കുക. കാരണം നിനക്കുള്ളതിനെ വർദ്ധിപ്പിക്കുക എന്നതാണ് കർത്താവ് നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നിരാശ കൊണ്ട് നിസ്സംഗ മനോഭാവത്തോടുകൂടി ജീവിക്കുന്ന നമ്മളോട് പറയുകയാണ്, ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമോ എന്നൊരു ചോദ്യമാണ്. യഹോവയുടെ വചനം അസ്ഥിമേൽ വീശിയപ്പോൾ അസ്ഥികളിൽ ഞരമ്പും മജ്ജയും മാംസവും വന്ന് അത് ചലിക്കുന്ന ദേഹിയായി തീർന്നതുപോലെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ചില വീണ്ടെടുപ്പുകൾ ആവശ്യമാണ്. ഇവിടെ ഒരിക്കലൊരു യാത്രകൻ ഇങ്ങനെ കാളവണ്ടിയിൽ ഇങ്ങനെ പോകുകയാണ്. അയാൾ പോകുമ്പോൾ കാണുന്ന കാഴ്ച, വലിയ ഭാരവും തലയിൽ താങ്ങിക്കൊണ്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുകയാണ്. അയാൾ നല്ല വൃദ്ധനാണ്. അയാളുടെ സങ്കടത്തോടെയുള്ള നടത്തം കണ്ടിട്ട് ഈ കാളവണ്ടിക്കാരൻ വണ്ടി നിർത്തിയിട്ട് അയാളോട് പറഞ്ഞു, എൻ്റെ കാളവണ്ടിയിലേക്ക് കയറൂ, ഞാൻ നിങ്ങളെ അടുത്ത പട്ടണത്തിൽ കൊണ്ടിറക്കാം. അങ്ങനെ ഇയാൾ കാളവണ്ടിയിൽ കയറാൻ അനുവാദം കൊടുത്തു. കാളവണ്ടി ഇങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. പുറകിൽ നിൽക്കുന്നയാൾ ഒന്നും മിണ്ടുന്നില്ല. പുറകിലിരിക്കുന്നയാൾ ഒന്നും മിണ്ടാതിരുന്നപ്പോൾ ഈ കാളവണ്ടിക്കാരൻ തിരിഞ്ഞൊന്ന് നോക്കി, എന്തേ അയാൾ തന്നോടൊന്നും മിണ്ടുന്നില്ല എന്ന്. തിരിഞ്ഞു നോക്കിയപ്പോൾ ഇയാൾ കാളവണ്ടിക്കാരൻ കാണുന്ന കാഴ്ച എന്തെന്നോ, തലയിൽ ചുമടും ചുമന്നുകൊണ്ട് കാളവണ്ടിയിൽ കയറിയിരിക്കുന്ന ആ വൃദ്ധനെയാണ്. നമ്മളെല്ലാം പലപ്പോഴും വചനം കേൾക്കാൻ വരുന്നതും, പലപ്പോഴും നോമ്പ് നോക്കുന്നതും,
പലപ്പോഴും പ്രാർത്ഥിക്കുന്നതുമൊക്കെ ഈ ചുമടും തലയിൽ വെച്ചുകൊണ്ടാണ്. ഈ വൃദ്ധൻ ഈ ചുമടൊന്ന് താഴെ ഇറക്കി വെക്കാൻ വേണ്ടിയാണ് കാളവണ്ടിയിൽ കയറിയത്. ആത്മീയ യാത്രയിൽ സ്വർഗസിയോനിലേക്ക് ലക്ഷ്യം വെച്ച് സഞ്ചരിക്കുന്ന സഞ്ചാരികളായ നമ്മള് ഈ ഭാരം ദൈവസന്നിധിയിൽ ഇറക്കി വെക്കാതെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ പ്രവാചകൻ പറയുന്നു, അടിമുട്ട് മുടി വരെ എങ്ങും പഴുപ്പും രോഗങ്ങളും മാത്രമാണ്. ആരും ഈ പഴുപ്പിനെ ഞെക്കിക്കളയുന്നില്ല, അതിൻ്റെ മുകളിൽ എണ്ണ വെച്ച് കെട്ടുകയത്രയേ ചെയ്യുന്നത്. ജീവിതത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങളെ തേടുന്നില്ല, അതിൻ്റെ മുകളിൽ എണ്ണ വെച്ച് കെട്ടിയുള്ള പ്രാർത്ഥനകളെ ഒന്നും തീർച്ചയായും ഒരു ആശ്വാസത്തിന് കാരണമാകുന്നില്ല. സത്യമായിട്ടും ഒരു ആശ്വാസത്തിന് അത് കാരണമാകുന്നുവെങ്കിൽ എവിടെയാണ് പ്രശ്നങ്ങളെന്ന് കണ്ടുപിടിച്ച് ആ പ്രശ്നങ്ങളിലേക്ക് മതിയായ ട്രീറ്റ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ട്രീറ്റ്മെന്റിനാണ് പിതാക്കന്മാർ നോമ്പും നമസ്കാരങ്ങളും വചന കേൾവികളും ഒക്കെ. ഈ വചനം ഉള്ളിലാകുമ്പോൾ മാത്രമാണ് ഈ ഭാരങ്ങളൊന്നിറങ്ങുന്നത്. ഈ വചനം ഒന്ന് ഉള്ളിലാകുമ്പോൾ മാത്രമാണ് നമ്മുടെ ശീലങ്ങളൊക്കെ മാറുന്നത്. അതുകൊണ്ട് വീണ്ടെടുപ്പുകൾ ഒന്നാമതായി വേണ്ടത് നമ്മുടെ നിഷ്ക്രിയത്വത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പാണ്. ഒന്നാമത് നമുക്ക് വേണ്ട വീണ്ടെടുപ്പ് നമ്മുടെ നിഷ്ക്രിയമായ അവസ്ഥയിൽ നിന്നുള്ളൊരു വീണ്ടെടുപ്പാണ്. എന്തുകൊണ്ടിനാണ് എന്നിൽ ഈ നിഷ്ക്രിയത്വം വരുന്നതെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ജീവിതം വിചാരിച്ച വഴിയിൽ കൂടി പോകാതെ വരുമ്പോൾ നമ്മൾ പലരും നിഷ്ക്രിയരായി മാറുന്നതാണ്. നമ്മളെല്ലാം ആദ്യകാലത്ത് വളരെ ആക്റ്റീവാണ്, വളരെ മിടുക്കരാണ്, വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ജീവിതം ആരംഭിക്കുന്നത്. പക്ഷെ വിചാരിച്ച വഴിയിൽ കൂടി പോകാതെ വരുമ്പോൾ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു നിഷ്ക്രിയമായ ഒരു അവസ്ഥ വന്നു ചേരുകയാണ്. പലപ്പോഴും ട്രാക്ക് മാറി ഓടിപ്പോയതാണ് നമ്മൾ ഓരോരുത്തരും. നമുക്കറിയാം, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഷൈനി വിൽസൺ ഭാരതത്തിന്റെ അഭിമാന താരം തന്നെയാണ്. അത്ലറ്റിക്സ് അതിൽ ഏറ്റവും അഭിമാനത്തോടുകൂടി ഭാരതത്തിന് അനേക നേട്ടങ്ങൾ നേടിത്തന്നിട്ടുള്ള വ്യക്തിത്വമാണ്. കേരളത്തിന്റെ ഏറ്റവും അഭിമാന തിലകക്കുറിയാണ്. ഒരിക്കൽ ഒളിമ്പിക്സിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ 800 മീറ്റർ റേസ് ആദ്യം ഓടിയെത്തുകയാണ്. കേരളത്തിലെ മുഴുവൻ ജനതയും അഭിമാന നിമിഷത്തോടുകൂടി കൈ ഉയർത്തി കരഘോഷം, ഏഷ്യാഡിൽ കൈ ഉയർത്തി കരഘോഷം ഉയർത്തുകയാണ്. ഈ കരഘോഷം ഉയർത്തുന്ന സമയത്ത് ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന ആള് മാത്രം കൈകൊണ്ട് തിരിച്ചിങ്ങനെ കാണിക്കുകയാണ്. കാരണം അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഓടുന്നവൻ ഓടിയാൽ പോരാ, ഓടുന്നതിനിടയിൽ ട്രാക്ക് മാറി ഓടിപ്പോയി. ട്രാക്ക് മാറി ഓടി എത്ര വേഗത്തിൽ ഓടിയാലും ട്രാക്ക് മാറി ഓടുന്നയാൾക്ക് 1-ാം സ്ഥാനം കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല എന്നാണ് ആ ഗെയിംസ് പോലും നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ നമ്മോട് പറയുന്നത്, ഒരുവൻ മല്ലു കെട്ടിയാലും ചട്ടപ്രകാരം നടക്കുന്നില്ല എങ്കിൽ കിരീടം പ്രാപിക്കുന്നില്ല എന്ന്. അപ്പനാണെന്ന് മല്ല് കെട്ടിയാലും അമ്മയാണെന്ന് മല്ല് കെട്ടിയാലും മക്കളും മരുമക്കളുമാണെന്നും ഒക്കെ വേഷം കെട്ടിയാലും നോമ്പുകാരനാണെന്ന് വേഷം കെട്ടിയാലും നോമ്പിൽ അടർത്തി മാറ്റേണ്ടതിനെ മാറ്റി ഒരു വീണ്ടെടുപ്പ് പ്രാപിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ നോമ്പുകാലത്തിൽ നമ്മളോട് തന്നെ ചോദിക്കുക, ഉണങ്ങിയിരിക്കുന്നത് എന്നിലെ എന്താണ്? ബന്ധങ്ങളാണോ? ക്രിസ്തീയമായ ഒരു സ്നേഹം എന്നിൽ ഉണങ്ങിപ്പോയോ? വിശ്വസ്തത എന്നിൽ ഉണങ്ങിപ്പോയോ? ശുശ്രൂഷ മനോഭാവം എന്നിൽ ഉണങ്ങിപ്പോയോ? പലപ്പോഴും ജീവിതത്തിന്റെ പല യാഥാർത്ഥ്യങ്ങളിലും ബാറ്ററി ലോയാണ്. പല ബാറ്ററി ലോ ആയിക്കൊണ്ട് നമ്മളിങ്ങനെ പ്രഹസനം കാണിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ ഉള്ളിലൊരു ചോദ്യമുണ്ട്, ഇനി ഇതിനൊരു മാറ്റം ഉണ്ടാകുമോ? എൻ്റെ കുടുംബജീവിതം ഇങ്ങനെ നിർജീവമായി പോയി, ഇനി എങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാനാ? കാരണം വർഷത്തിന്റെ ആരംഭത്തിൽ നമ്മൾ പറയാറുണ്ട്, എത്ര മോട്ടിവേഷനുകൾ നൽകിയാലും എത്ര മാറ്റങ്ങൾ ഉണ്ടാവാൻ ആഗ്രഹിച്ചാലും അതേ ഭാര്യയും അതേ ഭർത്താവും അതേ മക്കളും തന്നെയല്ലേ, ഇനി എന്തൊരു മാറ്റം ഉണ്ടാകാനാ? 2 ശമൂവേൽ പുസ്തകം 21-ാം അധ്യായത്തില് റിസ്പ എന്നൊരു സ്ത്രീ കഥാപാത്രമുണ്ട്. 2 ശമൂവേൽ പുസ്തകം 21-ാം അധ്യായത്തിൽ റിസ്പ എന്നൊരു സ്ത്രീ കഥാപാത്രമുണ്ട്. റിസ്പ വേദപുസ്തകത്തിന്റെ ചരിത്രത്തിൽ പ്രശസ്തയായ ഒരു സ്ത്രീയൊന്നുമല്ല. പേരുകേട്ട വിശുദ്ധയായ ഒരു സ്ത്രീകളുടെ ആ ഒരു വലിയ ലിസ്റ്റിലൊന്നുമുള്ള ആളല്ല. എന്നാൽ റിസ്പയെ കുറിച്ച് 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, റിസ്പ അയ്യാവിന്റെ മകളായ റിസ്പ. 2, ശൗലിന്റെ വെപ്പാട്ടിയായ റിസ്പ. ഇവിടെ ഇത്രയുമുള്ളൂ കാര്യം. 21-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ദാവീദിന്റെ കാലത്ത് 3 സംവത്സരം തുടരെ ക്ഷാമമുണ്ടായി എന്ന് പറഞ്ഞാണ്. ദാവീദിന്റെ ഭരണകാലത്ത് 3 സംവത്സരം തുടരെ ക്ഷാമമുണ്ടാകുകയാണ്. ദേശത്ത് വലിയ ക്ഷാമമുണ്ടായപ്പോൾ ദാവീദ് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ചോദിക്കുകയാണ്, യഹോവേ, ഈ ക്ഷാമത്തിന്റെ കാരണം എന്താണ്?
യഹോവയുടെ പക്കൽ നിന്ന് ദാവീദിനൊരു അരുളപ്പാടുണ്ടായി. ഗിബെയോന്യരുടെ രക്തം ഈ ദേശത്ത് വീണതുകൊണ്ടാണ് ഈ ദേശത്തിൽ ക്ഷാമം മാറാത്തത്. ഈ ദേശത്ത് വലിയൊരു വരൾച്ച തുടർച്ച ക്ഷാമമായി മാറിയിരിക്കുന്നതെന്ന്. അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യണം എന്നറിയാൻ വേണ്ടി ഗിബെയോന്യരെ വിളിച്ചു വരുത്തി ദാവീദ് ഒരു സന്ധി സംഭാഷണം നടത്തുകയാണ്. ഗിബെയോന്യരോട് പറയുകയാണ്, നിങ്ങളുടെ സഹോദരങ്ങളുടെ, നിങ്ങളുടെ പിതാക്കന്മാരുടെ രക്തത്തിന് പകരം ഞാൻ സ്വർണമോ വെള്ളിയോ എന്തും പകരം നൽകാം. നിങ്ങൾ ഞങ്ങളുടെ ദേശത്തോട് ക്ഷമിക്കുമ്പോൾ മാത്രമേ ഈ ദേശത്തിൽ ക്ഷാമം മാറുകയുള്ളൂ എന്ന്. ഗിബെയോന്യരാകട്ടെ ദാവീദിനോട് പറയുകയാണ്, ഒരിക്കലുമില്ല. ഞങ്ങളുടെ സഹോദരങ്ങളുടെ രക്തത്തിന് പകരമായിട്ട് ശൗലിന്റെ മക്കളുടെ രക്തം തന്നെ ഞങ്ങൾക്ക് പകരം വേണമെന്ന്. കാരണം ശൗലായിരുന്നു ആ ദേശത്ത് വെച്ച് ഗിബെയോന്യരെ കൊന്നുകളഞ്ഞത്. അങ്ങനെ ശൗലിന്റെ മക്കളുടെ രക്തം ആവശ്യപ്പെട്ടു. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ശൗലിനെയും ശൗലിന്റെ മക്കളെ ഉപദ്രവിക്കുന്നത് ദാവീദിന് വലിയ ദണ്ണമൊന്നുമുള്ള കാര്യമല്ല. ദാവീദ് അവിടെ ശൗലിന്റെ 7 മക്കളെയും ഗിബെയോന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. 9-ാമത്തെ വാക്യമാകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഗിബെയോന്യരാകട്ടെ അവരെ മലയിൽ യഹോവയുടെ മുമ്പാകെ തൂക്കിക്കൊന്നു. യഹോവയുടെ മുൻപാകെ മലമുകളിൽ ശൗലിന്റെ സന്തതികളെ തൂക്കിക്കൊല്ലുകയാണ്. ശൗലിന്റെ സന്തതികളെ തൂക്കിക്കൊന്നു എന്നുള്ള വാർത്ത അറിഞ്ഞ് ശൗലിന്റെ വെപ്പാട്ടിമാരിൽ ഒരുവൾ മാത്രമായ റിസ്പ അതിവേഗത്തിൽ അങ്ങോട്ട് പാഞ്ഞു ചെല്ലുകയാണ്. ഈ ശവശരീരങ്ങളെ ഏറ്റുവാങ്ങുകയാണ്. അത് യവക്കൊയ്ത്തിന്റെ ആരംഭത്തിന്റെ കാലമാണ്. കൊയ്ത്തിന്റെ ആദ്യ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദേശത്തെ സംബന്ധിച്ച് ഉത്സവമാണ്. എല്ലാവരും ഉത്സവത്തിലും സന്തോഷത്തിലും പങ്കെടുക്കുമ്പോൾ, എല്ലാവരും ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോൾ ഈ റിസ്പ മാത്രം ആ മലയുടെ മുകളിൽ നിന്ന് ആ ശവശരീരങ്ങൾ ഇറക്കി ചാക്കുശീലയിട്ട് പൊതിഞ്ഞ് ആകാശത്തിൽ നിന്ന് മഴയോ ആകാശത്തിൽ നിന്ന് പക്ഷികളോ ഭൂമിയിൽ മൃഗങ്ങളോ ഈ ശവശരീരങ്ങളെ തിന്നാതെ ഇരിക്കാൻ രാവും പകലുമെന്നില്ലാതെ ഈ കൊയ്ത്തുകാലത്തിന്റെ ആഘോഷത്തിൽ പങ്കെടുക്കാതെ ഈ ശവത്തിന്റെ സന്നിധിയിൽ കാവൽ നിൽക്കുകയാണ്. റിസ്പയെ സംബന്ധിച്ചിടത്തോളം 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ശൗൽ മരിച്ചുപോയി, ഇനി വെപ്പാട്ടി എന്ന നിലയ്ക്ക് ആരെയും പ്രീതിപ്പെടുത്തേണ്ട കാര്യമില്ല. 2, ഇത് ശവശരീരങ്ങളാണ്, ഇനി ഒരു ഉയർപ്പ് ഈ ശവശരീരങ്ങളിൽ ഉണ്ടാകുന്നില്ല. 3, ശൗലിന്റെ ശത്രുവാണ് ദാവീദ്, ഒരിളക്കവും ദാവീദിന്റെ ഹൃദയത്തിൽ ഉണ്ടാകുകയില്ല. എങ്കിലും രാത്രിയിൽ മൃഗങ്ങളോ പക്ഷികളോ മഴയോ വെയിലോ എന്തു വന്നാലും ഈ ശവത്തിന്മേൽ ചാക്കുശീല പൊതിഞ്ഞ് റിസ്പ ദിവസങ്ങളോളം ഇതിന് കാവൽ നിൽക്കുന്നു. ഈ കാവൽ നിൽക്കുന്നു എന്നുള്ള വാർത്ത ദാവീദ് രാജാവ് കൊട്ടാരത്തിലിരുന്ന് അറിയുകയാണ്. കൊട്ടാരത്തിലിരുന്ന് ദാവീദ് രാജാവിന്റെ മനസ്സിന് ഇത് ഇളക്കം തട്ടുകയാണ്. ദാവീദ് രാജാവ് താൻ ചെയ്തു പോയ ആ ഒരു തെറ്റ്, അയ്യോ ശൗലിന്റെ ശവശരീരം, ശൗലിന്റെ മകനായ യോനാഥാന്റെ ശവശരീരം എവിടെയൊക്കെയോ കിടക്കുകയാണ്. അവിടെ നിന്ന് അതിനെയെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് വന്ന്, അതിനെയെല്ലാം ശേഖരിച്ചുകൊണ്ട് വന്ന് ആ കല്ലറയിൽ അടക്കം ചെയ്യുകയും ഈ 7 മക്കളുടെയും ശവങ്ങൾ, അസ്ഥികൾ ഈ കല്ലറയിൽ അടക്കം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഒരിക്കലും സംഭവിക്കില്ല, ഇനി ഒരിക്കലും ഉയർക്കില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും, ആരും തന്നിൽ പ്രീതിപ്പെടില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും, നിശ്ചയദാർഢ്യത്തോടുകൂടി റിസ്പ എന്നൊരു സ്ത്രീയെ ഈ ഉണങ്ങിയ അസ്ഥികൾക്ക് മേൽ ചാക്കുശീല പൊതിഞ്ഞ് കാവൽ നിന്നതുപോലെ നമ്മുടെ എല്ലാം ജീവിതത്തില് ഇനി ഒരു എഴുന്നേൽപ്പുണ്ടാകില്ല എന്ന്, ഇനി ഒരു മാറ്റം ഉണ്ടാകില്ല എന്ന് പറയുന്ന പല കാരണങ്ങളുണ്ട്. ചില ചീത്തപ്പേരുകൾക്ക്, ചില അനുഗ്രഹങ്ങൾക്ക് ഇനി ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവാകുന്ന ചാക്കുശീലകൾ കൊണ്ട് പൊതിഞ്ഞ് ഇനി എഴുന്നേറ്റമില്ല എന്ന് പറയുന്ന നമ്മുടെ മക്കളുടെ സ്വഭാവങ്ങൾക്ക്, ഇനി മാറ്റമുണ്ടാകില്ല എന്ന് പറയുന്ന നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധികളെയൊക്കെ നിഷ്ക്രിയത്വത്തിൽ നിന്നൊന്ന് എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ പൊതിഞ്ഞു വെച്ച് പ്രാർത്ഥിക്കുവാൻ ഈ നോമ്പുകാലങ്ങൾ നമുക്ക് അനുഗ്രഹമായി തീരണം. നാം നിഷ്ക്രിയരാവാനുള്ള കാരണങ്ങൾ ആദ്യം കണ്ടുപിടിക്കണം. ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമാണെങ്കിലും ഒരു 2-3 കാര്യങ്ങൾ പറയാം. ഒന്നാമത് നിഷ്ക്രിയരാകാനുള്ള കാരണം എന്താണെന്നറിയോ? നാം സ്വയം സൃഷ്ടിക്കുന്ന തടസ്സമാണ്. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എനിക്ക് എഴുന്നേൽക്കാൻ സാധിക്കാത്തത്. പ്രാർത്ഥിക്കാത്തത് കൊണ്ടല്ല, നോമ്പ് നോക്കാത്തത് കൊണ്ടല്ല. കാരണം നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയാൽ നാം ദൈവസന്നിധിയിലേക്ക് നടന്നെടുക്കുമെങ്കിൽ നോമ്പും ഉപവാസവുമാകുന്ന 2 ചിറകുകൾ കൊണ്ട് ദൈവസന്നിധിയിലേക്ക് പറന്നുയരാൻ നമുക്ക് സാധിക്കുമെന്നാണ്. എന്നിട്ട് എന്താ നമുക്ക് പറക്കാൻ സാധിക്കാത്തത്?
മോശയും ഏലിയാവും ദാനിയേലും ഹാനനിയ പൈതങ്ങളും ഒക്കെ നോമ്പ് നോറ്റ് ദൈവസന്നിധിയിലേക്ക് പറന്നെടുത്തതുപോലെ എന്താണ് നമ്മുടെ ചിറകുകൾ കൊണ്ട് പറക്കാൻ സാധിക്കാത്തത്? എവിടെയൊക്കെയോ നമ്മുടെ ചിറകുകൾ ഭാരം കൊണ്ട് താഴ്ന്നിരിക്കുക. ഒന്നാമത്തെ ഭാരമാണ് സ്വയം സൃഷ്ടിക്കുന്ന ഭാരങ്ങൾ, സ്വയം സൃഷ്ടിക്കുന്ന തടസ്സങ്ങൾ. ഈ ആനക്കുട്ടിയായിരിക്കുമ്പോൾ ആനക്കൊട്ടിലിൽ ട്രെയിൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഈ ആനക്കുട്ടിയായിരിക്കുന്ന സമയത്ത് വളരെ കുസൃതിയുള്ള ഒരു ആനക്കുട്ടിയായിരിക്കും. പാപ്പാൻ എന്ത് ചെയ്യും? ഒരു കയറെടുത്ത് അല്ലെങ്കിൽ ഒരു ചങ്ങലയെടുത്ത് ഈ ആനക്കുട്ടിയുടെ കാലിൽ കെട്ടും. ഈ ആനക്കുട്ടി മുന്നോട്ടോടും, മൂക്കുകുത്തി വീഴും. വീണ്ടും അത് മുന്നോട്ടോടും, അതിന്റെ മൂക്കുകുത്തി വീഴും. അങ്ങനെ തുടർച്ചയായി മുന്നോട്ട് പോകുമ്പോൾ ഈ കയറ് വലിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ ചങ്ങല വലിഞ്ഞിട്ട് ഈ ആനയുടെ കയറ് കെട്ടിയിരിക്കുന്ന കാലിൽ മുറിപ്പാട് വീഴും. അതിനുശേഷം വീണ്ടും ആന അത് ആവർത്തിക്കും, അവിടെ മുറിവുണ്ടാകും. വീണ്ടും ആവർത്തിക്കും, ആ മുറിവ് പഴുക്കും. ആരും അത് വെച്ച് കെട്ടുകയില്ല. പഴുത്ത് കഴിഞ്ഞ് തന്നെ എഴുന്നേൽക്കാൻ വയ്യാതെ ആവുമ്പോൾ ഈ ആനക്കുട്ടി റിയലൈസ് ചെയ്യാണ്, എനിക്കിനി ഇവിടെ നിന്ന് എഴുന്നേറ്റോടാൻ, ഈ ചങ്ങലയിൽ നിന്ന് എനിക്ക് എഴുന്നേൽക്കാൻ സാധിക്കില്ല എന്ന്, ഈ ചങ്ങല പൊട്ടിച്ച് എനിക്ക് വളരാൻ സാധിക്കില്ലെന്ന്. പക്ഷെ ഈ ആന പോലും അറിയാതെ അനന്ത സാധ്യതകളുള്ള, അനന്ത ശക്തിയുള്ള ഒരു ജീവിയായിട്ട് ആന മാറുകയാണ്. പക്ഷെ ആന അറിയുന്നില്ല. എന്നാൽ ഒരു നിസ്സാരക്കാരനായ ഒരു പാപ്പാൻ ഈ ആനയെ ഭരിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യാം. നമ്മളും പലപ്പോഴും ഇങ്ങനെയാണ്. ജീവിതത്തിന്റെ പല പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ഇനി എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും തളർന്നു പോകുന്നവരാ. നമ്മൾ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല, പ്രാർത്ഥന ഇല്ലാത്തതുകൊണ്ടല്ല, എനിക്ക് പറ്റില്ല, എനിക്ക് ഇത്രയേ ആകുള്ളൂ. അപ്പോഴാണ് ദാവീദ് രാജാവ് പറയുന്നത് പോലെ നാം പറയണം. ഏത് പ്രതിസന്ധിയിലും ദാവീദ് രാജാവ് പറയുമായിരുന്നു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ പ്രതിസന്ധിയുടെ മതിൽ ചാടിക്കിടക്കുമെന്ന്. രണ്ടാമത്തെ പ്രതിസന്ധി എന്താണെന്നറിയോ? ഇന്നലകളെ കുറിച്ചുള്ളയും നാളകളെ കുറിച്ചുള്ളയും അമിതമായ ചിന്തയാണ് പല നിഷ്ക്രിയത്വത്തിനും കാരണം. നമ്മളിൽ ഏറെ പേരും ജീവിക്കുന്ന എവിടെയാണെന്നറിയോ? ഇന്നലകളിലാണ്. ഇത് വേണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു, അന്നങ്ങ് നേഴ്സിങ്ങിന് പോയാൽ മതിയായിരുന്നു, അന്ന് ഡൽഹിയിൽ നിന്ന് വരണ്ടായിരുന്നു, അന്ന് അബുദാബി തന്നെ അങ്ങ് നിന്നാ മതിയായിരുന്നു. അങ്ങനെ ഇന്നലകളിൽ ജീവിച്ച് ഡിപ്രഷൻ എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തതെല്ലാം മണ്ടത്തരം, നീ എന്നെ ഉപദേശിച്ചതെല്ലാം മണ്ടത്തരം, ഇങ്ങനെ പറഞ്ഞ് ജീവിക്കുന്ന കുറച്ചു പേര്. വേറെ കുറച്ചു പേരെന്താണെന്നറിയോ? നാളെയെക്കുറിച്ചുള്ള അമിതമായ ചിന്ത, നാളെയെക്കുറിച്ച് മക്കൾ എന്തായിത്തീരും, മക്കൾ എന്നെ നോക്കുമോ, നാളെയെക്കുറിച്ച് ഭയന്ന് നമ്മൾ ജീവിക്കുകയാണ്. എന്നാൽ വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ ഇപ്രകാരം വചനം പറയുകയാണ്, വിചാരപ്പെടുന്നത് കൊണ്ട് തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടാനോ കുറയ്ക്കാനോ മനുഷ്യ നമുക്ക് സാധിക്കുമോ? ഈ വിചാരപ്പെടുന്ന സ്ഥാനത്ത് ഇന്നിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഫസ്റ്റ് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്ന് പറയും. ഇന്ന് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ഇന്നിനെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ സാധിക്കാറുണ്ടോ? മൂന്നാമത് നമ്മുടെ നിഷ്ക്രിയത്വത്തിന് കാരണം എന്താണെന്നറിയോ? തൃപ്തിയില്ലാത്ത ജീവിതം. നമ്മളിലേറെ പേരുടെ ഒരു ജീവിതത്തിന്റെ പ്രത്യേകതയാണ് തൃപ്തിയില്ല. കൂടെ കിട്ടിയിരിക്കുന്ന ജീവിത പങ്കാളിയെക്കുറിച്ച് തൃപ്തിയില്ല, മക്കളെക്കുറിച്ച് തൃപ്തിയില്ല, കാണുന്ന ഒന്നിനെ കുറിച്ചും നമുക്ക് തൃപ്തിയില്ല. സഭാപ്രസംഗിയുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം ഇങ്ങനെ പറയാണ്, അഭിലാഷത്തിന്റെ സഞ്ചാരത്തെക്കാൾ കണ്ണിന്റെ നോട്ടം നല്ലത് എന്ന്. അഭിലാഷത്തിന്റെ സഞ്ചാരത്തെക്കാൾ കണ്ണിന്റെ നോട്ടമാണ് നല്ലത്. അഭിലാഷത്തിന്റെ സഞ്ചാരം എന്ന് പറഞ്ഞാൽ ആഗ്രഹത്തിന്റെ സഞ്ചാരത്തെക്കാൾ ഈ കണ്ണിന്റെ മുൻപിൽ ദൈവം തന്നിരിക്കുന്നതിനെ ആസ്വദിക്കാൻ. പലപ്പോഴും നമ്മൾ പറയും, ഒരാളുടെ സൗന്ദര്യം അറിയണമെങ്കിൽ വീടിന്റെ ജനലിൽ കൂടി അപ്പുറത്തേക്ക് നോക്കണം. കൂടെയുള്ളപ്പോൾ ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മൾ അറിയാറില്ല. അപ്പോഴാണ് പറയുന്നത്, നമ്മുടെ ജീവിതം ഏറെക്കുറെ ഈ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരു വികാരമാണ് മനുഷ്യന്റെ ജീവിതം മുഴുവൻ. ബസ് കാത്തു നിൽക്കുമ്പോൾ നമുക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, എന്ത്? ഏതെങ്കിലും ഒരു ബസ് വന്നാൽ മതി, സ്റ്റെപ്പേ നിന്നാണെങ്കിലും യാത്ര ചെയ്യാം. ബസ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ആഗ്രഹം എന്താണ്? സ്റ്റെപ്പിന്റെ അകത്തോട്ട് കയറി ആ കമ്പിയിലോട്ടൊന്ന് ചാരി ഒന്ന് നിന്നാ മതി എന്നാ. അത് കഴിയുമ്പോൾ നമ്മുടെ ആഗ്രഹം എന്താ? നമ്മൾ അന്നേരം തൊട്ട് എത്തിക്കുത്തി നോക്കിക്കൊണ്ടിരിക്കും, ആരെങ്കിലും കവറോ ബാഗോ എടുത്ത് എഴുന്നേൽക്കാൻ. പുറകിൽ നിന്ന് അതിവേഗത്തിൽ നമ്മൾ പറന്ന് നിഴഞ്ഞൊക്കെ ഫ്രണ്ടിൽ ചെല്ലും. ആ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത ആഗ്രഹം എന്താ? എങ്ങനെയെങ്കിലും ഇവർ ഇറങ്ങുന്നതിന് മുൻപ് ആ സീറ്റിൽ ഒന്ന് ഇരുന്നാ മതി. ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം എന്താ? ആരും നമ്മളോട് ബാഗോ കവറോ പിടിക്കാൻ പറയുകയും അരുത്, നമ്മളോടൊട്ട് നീങ്ങിയിരിക്കാൻ ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നിടത്ത് നിന്ന് ഒന്ന് അനങ്ങി കാണിക്കും. പക്ഷെ നീങ്ങിയിരിക്കാൻ നമുക്ക് താല്പര്യമില്ല.
കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലുമൊക്കെ ആർക്കും വേണ്ടിയും അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. നോമ്പുകാലം നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഞാനൊന്ന് മുറിക്കപ്പെടാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നാണ്. ഈ ഞാൻ എന്ന അവസ്ഥ കുടുംബങ്ങളിൽ, ഈ തൃപ്തിയില്ലാത്ത ജീവിതം, ഈ ഞാൻ എന്ന അവസ്ഥയെ ഒന്ന് മുറിക്കപ്പെടാൻ, ആകാശത്തെ കണ്ടിട്ടില്ലേ? അത് മേഘങ്ങൾ മുറിക്കപ്പെടുമ്പോഴാണ് മഴയായിട്ട് പെയ്യുന്നത്. മണ്ണിനെ കണ്ടിട്ടില്ലേ? അത് ഉടയ്ക്കുമ്പോഴല്ലേ കൃഷിക്ക് യോഗ്യമാകുന്നത്. മണ്ണിൽ വീഴുന്ന വിത്തിനെ കണ്ടിട്ടില്ലേ? മണ്ണിനടിയിൽ അത് അഴുകുമ്പോഴല്ലേ പുതിയ ജീവന് കാരണമാകുന്നത്. അതിൽ വളരുന്ന തയ്യെ കണ്ടിട്ടില്ലേ? കാറ്റും മഴയും ഏൽക്കാൻ തയ്യാറാകുമ്പോഴാണ് പൂർണ്ണ വളർച്ചയെത്തി അത് പൂക്കുന്നത്. അത് പൂക്കുമ്പോൾ അതിനെ വീണ്ടും വാടാൻ തയ്യാറാകുമ്പോഴല്ലേ അത് കായായി മാറുന്നത്. കായ കണ്ടിട്ടില്ലേ? അത് പൊട്ടാൻ തയ്യാറാകുമ്പോഴല്ലേ പുതിയ വിത്തായി മാറുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതങ്ങളിലും കുടുംബജീവിതങ്ങളിലും തന്നെ തന്നെ ഒന്ന് പൊട്ടാൻ, തന്നെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കാൻ, തന്നെ തന്നെ ഒന്ന് അഴുകുവാൻ നമുക്ക് തയ്യാറാകാൻ സാധിക്കാറുണ്ടോ? ഈ ട്രാഫിക് സിഗ്നലിൽ നിൽക്കുമ്പോൾ കാണിക്കുന്ന ക്ഷമയെങ്കിലും കുടുംബജീവിതത്തിൽ കാണിക്കാൻ നമ്മൾ തയ്യാറാകാറുണ്ടോ? ഈ ട്രാഫിക് സിഗ്നലിൽ കാണിക്കുന്ന മര്യാദയെങ്കിലും ഈ നമ്മുടെ കുടുംബങ്ങളിൽ കാണിക്കാൻ, ദേവാലയങ്ങളിൽ കാണിക്കാൻ നമുക്ക് തയ്യാറാവാറുണ്ടോ? ഇവിടെ നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച് കേൾക്കുകയാണ്, കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു പോരാ എന്ന് പറഞ്ഞ അമ്മയുടെ അടുക്കൽ വരുന്ന പുത്രനെ, അങ്ങനെ മറ്റുള്ളവന്റെ പോരായ്മകളും ഇല്ലായ്മകളും ചേർത്ത് വെച്ച് പറഞ്ഞു കൊടുക്കുന്ന മാതാപിതാക്കൾ മാത്രമേ സമൂഹത്തിന് കൊള്ളാവുന്ന മക്കളെ വളർത്തിയെടുക്കുന്നുള്ളൂ എന്നാണ് കാനായിലെ കല്യാണ വിരുന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപരന്റെ കുറവുകളിൽ കൈ നീട്ടണമെന്ന് ബാല്യം മുതൽക്ക് തന്നെ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ നാം മാതാപിതാക്കൾക്ക് സാധിക്കാറുണ്ടോ? നമ്മളെപ്പോഴും കുറ്റം പറയും, പുതിയ ജനറേഷൻ എന്താ ഇങ്ങനെ, പുതിയ തലമുറ എന്താ ഇങ്ങനെ, ഇത്രയും വക്രതയും കള്ളത്തരവുമുള്ള ഒരു തലമുറ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ മുൻപാകെ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമായി തീരേണ്ടതിന് സകലവും പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ച് ജ്യോതിസ് പോലെ പ്രകാശിക്കണമെന്ന്. വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ ഇടയിൽ നിങ്ങൾ അനിന്യരും നിന്നയില്ലാത്തവരും പരമാർത്ഥികളും ദൈവത്തിന്റെ മക്കളും എന്ന് അവകാശപ്പെടണമെങ്കിൽ ക്ഷമയോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ഒരിക്കൽ ഒരു സ്ത്രീ ഒരു സന്യാസിയുടെ അടുക്ക വന്ന് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നം ആരാണെന്ന് ചോദിച്ചപ്പോൾ ജീവിതത്തിൽ തനിക്ക് കൂടെ കിട്ടിയ ജീവിത പങ്കാളിയാണ് പ്രശ്നം. ഈ പ്രശ്നം മാറാൻ എന്ത് ചെയ്യണം? സന്യാസി കുറെ നേരം കാര്യങ്ങളൊക്കെ കേട്ടിട്ട് പറഞ്ഞു, ഒറ്റ മാർഗമേ ഉള്ളൂ, ഇത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങൾ അടുത്തൊരു കാട്ടിൽ ചെന്ന്, അവിടെ ഒരു കാടുണ്ട്, അവിടെ ഒരു സിംഹമുണ്ട്, ആ സിംഹത്തിന്റെ താടി രോമത്തിന്റെ ഒരു രോമം പറിച്ചുകൊണ്ട് വന്നാൽ ഞാനിത് പ്രാർത്ഥിച്ചു തരും, നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം മാറും. നമ്മൾ വലിയ ഭക്തരൊക്കെ ആണെങ്കിലും ഇങ്ങനത്തെ ഓഫറൊക്കെ കിട്ടിയാൽ, നമ്മൾ ഒരു സൈഡിൽ ഭക്തിയാണെങ്കിലും മറ്റേ സൈഡിൽ കൂടെ ഇങ്ങനത്തെ ഓഫറുകളൊക്കെ സ്വീകരിക്കുന്ന ഭക്തന്മാരാണ്. അപ്പൊ ഈ സ്ത്രീ കൂട്ടുകാരിയുമായി ചർച്ച ചെയ്തു, അവിടേക്ക് കുറെ ഇറച്ചിയുമായി ചെല്ലുകയാണ്. ആദ്യത്തെ ദിവസം ദൂരെ നിന്നിട്ട് കൊടുത്തു, രണ്ടാമത്തെ ദിവസം ദൂരെ നിന്നിട്ട് കൊടുത്തു. സിംഹം അത് എടുത്തോണ്ട് പോയി. ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, ഈ പ്രോസസ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നീട് കൃത്യമായി സിംഹം ആ സമയത്ത് വരാൻ തുടങ്ങി. മൃഗങ്ങൾക്ക് അങ്ങനെ ഒരു ശാസ്ത്രം ഉണ്ടല്ലോ, നമ്മൾ ശീലിപ്പിക്കുന്നതാണ് അവരുടെ ശീലം. അങ്ങനെ വരാൻ തുടങ്ങി. മാസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ വീണ്ടും കഴിഞ്ഞു. ഈ സ്ത്രീ ആ സിംഹത്തിന്റെ അടുക്കലേക്ക് പതുക്കെ നടക്കാൻ തുടങ്ങി. സിംഹത്തിന് കുഴപ്പമൊന്നുമില്ല. 1.5-2 വർഷമായി ആ വലിയ അടുപ്പം നിമിത്തം സിംഹത്തിന്റെ മുൻപിൽ തൻ്റെ കയ്യിൽ ഇറച്ചി കഷ്ണം ഇട്ടിട്ട് ഈ സ്ത്രീ കൊടുത്തു. സിംഹം അത് വളരെ സ്നേഹത്തോടെ എടുത്തിട്ട് നടന്നുപോയി. പിന്നെ ആ സ്ത്രീ അവിടെ കാത്തിരിക്കാൻ തുടങ്ങി. സിംഹം അവർ വരാൻ താമസിച്ചാൽ സിംഹം ഇവരെയും കാത്തിരിക്കാൻ തുടങ്ങി. പരസ്പരം കാത്തിരുന്ന് സിംഹത്തിന്റെ തല അവരുടെ മടിയിൽ വെച്ച് ഉറങ്ങുന്ന ഒരു ആത്മബന്ധം സിംഹവും ആ സ്ത്രീയുമായിട്ടായി. ഒരു ദിവസം ഇവർ പെട്ടെന്ന് ചിന്തിക്കുകയാണ്, എന്താണ് ഇതിന്റെ ഉദ്ദേശം? അവർ സിംഹത്തിന്റെ താടി രോമത്തിൽ നിന്ന് ഒരു സിംഹത്തിന്റെ രോമം പറിച്ചെടുത്ത് സന്യാസിയുടെ അടുക്കലേക്ക് ഓടിപ്പോയി. സന്യാസിയുടെ കൈ കൊടുത്തിട്ട് പറയാണ്, ഇതാ ഇനി എത്രയും പെട്ടെന്ന് ഇത് എന്താന്ന് വെച്ചാൽ ചെയ്തു തന്ന് എൻ്റെ വീട്ടിലെ സമാധാനം ഒന്ന് പുനഃസ്ഥാപിക്കണം. ഈ സിംഹത്തിന്റെ താടി രോമം കയ്യിൽ പിടിച്ച് സന്യാസി ഇവരെ നോക്കി ഒരു മന്ദസ്മിതം, ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് ചോദിച്ചു, ഈ സിംഹത്തോട് സമീപിച്ചതിന്റെ പകുതി സമീപനം ശാന്തമായി നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്തിരുന്നുവെങ്കിൽ എന്നേ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം എത്രയോ സമാധാനത്തിൽ പോകുമായിരുന്നു. നമുക്ക് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. എന്നാൽ ചെറിയ ചെറിയ സമാധാനത്തിന്റെ താക്കോൽ
എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല. എൻ്റെ ജീവിത പങ്കാളിയുമായിട്ട് ചേരാത്തത് എന്താണെന്ന് കണ്ടുപിടിക്കാറില്ല. അവിടെ നമ്മൾ പലപ്പോഴും ഓർക്കേണ്ടതുണ്ട്, ഇങ്ങനെയൊക്കെയാണ് ഞാൻ എന്ന് പറയുന്ന ഒരു നിഷ്ക്രിയമായ സ്വഭാവം എൻ്റെ ഉള്ളിലുണ്ടോ? ഞാൻ ഇങ്ങനെയാണ്. ഒടുവിൽ കൊണ്ടുപോകാൻ നമുക്ക് എന്താണുള്ളത്? പുരുഷന്മാരുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ ആദ്യ ഭാഗത്ത് ഇങ്ങനെ പാടാറില്ലേ? വേർപാടിൻ വേളയിലാത്മം മെയ്യോടുര ചെയ്തു, എന്തുപകാരമെനിക്കേകും ധനസമ്പാദ്യങ്ങൾ, വിധി നിലയത്തിൽ ചോദിക്കും സുഹൃതം. വേർപാടിൻ വേളയിൽ ആത്മാവ് മെയ്യോട് ചോദിക്കും. കുടുംബത്തിൽ രാജാവാണെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നപ്പോൾ നിനക്ക് കൊണ്ടുപോകാൻ നിന്റെ അധികാരമുണ്ടോ? ഇതെല്ലാം എൻ്റേതാണെന്ന് പറഞ്ഞ് നീ അഹങ്കരിച്ചിരുന്നിട്ട് നിനക്ക് ഈ സുഹൃതമല്ലാതെ എന്തെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകാനുണ്ടോ? നിഷ്ക്രിയത്വത്തിന്റെ അവസ്ഥയിലിരിക്കുന്ന നമ്മളോട് 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ കർത്താവ് പറയാണ്, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീനെന്ന്. എവിടെയാണോ ഞാൻ ഉയർന്നിരിക്കുന്നത് അവിടെ താണിരിക്കാൻ എനിക്ക് സാധിക്കണം. 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ആശ്രയിക്കാൻ എൻ്റെ ജീവിത പങ്കാളി എന്നെ അറിയുന്നില്ലെങ്കിലും, എൻ്റെ കൂടെയുള്ളവർ എന്നെ അറിയുന്നില്ലെങ്കിലും നമ്മളെപ്പോഴും നമ്മളോട് തന്നെ പറയണം, ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ട് എന്നതാണ് എൻ്റെ ബലം. വഴി നടത്താൻ ഒരു ദൈവമുണ്ട് എന്നതാകണം നമ്മുടെ ധൈര്യം. സ്നേഹിക്കാൻ ഒരു ദൈവമുണ്ട് എന്നതാകണം നമ്മുടെ ജീവിതത്തിന്റെ പ്രചോദനം. വിശ്വസിക്കാൻ എനിക്കൊരു ദൈവമുണ്ട് എന്നതാകണം എൻ്റെ ജീവിതത്തിന്റെ വിജയം. മനസ്സിലാക്കാൻ എനിക്കൊരു ദൈവമുണ്ട് എന്നതാകണം നമ്മുടെ ശക്തി. ആ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യാശ. അപ്പോൾ മാത്രമാണ് ഈ ഉണങ്ങിയ അവസ്ഥകൾ മാറുന്നത്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഉണർന്നുകൊള്ളുക, ചാവാറായ നിന്റെ ശേഷിപ്പുകളെയൊക്കെ ഒന്ന് ശക്തീകരിക്കുക. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇനി വീണ്ടും ഈ നോമ്പ് നോക്കി ഇങ്ങനെ വെച്ച് കെട്ടാതെ എവിടെയാണ് എന്നിലെ നിഷ്ക്രിയത്വം എന്ന് കണ്ടുപിടിക്കുക. 2, ആയുസിന്റെ വഴിയിലെ ദൈവ സാന്നിധ്യത്തിലുള്ള വീണ്ടെടുപ്പ്. 1 നിഷ്ക്രിയത്വത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പാണെങ്കിൽ 2 ആയുസിന്റെ വഴിയിൽ ദൈവ സാന്നിധ്യത്തിലുള്ള വീണ്ടെടുപ്പായിരിക്കണം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു 2ാം ജന്മം ഉള്ളവരാണ്. ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റർത്ഥത്തിൽ മരണത്തിന്റെ താഴ്വരയിൽ കൂടി നമ്മൾ ഒരുപാട് പ്രാവശ്യം കടന്നുപോയവരാ. നമ്മളല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവര്, അല്ലെങ്കിൽ നമ്മുടെ മക്കള്, ഇങ്ങനെ നമ്മളെല്ലാം കടന്നു പോയവരാണ് അല്ലെ. ഒരുപാട് പരീക്ഷണങ്ങളിൽ കൂടി കടന്നു പോയവരാണ്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തില് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത ഒരു പരീക്ഷയിൽ കൂടെയും നിങ്ങളുടെ ദൈവം നിങ്ങളെ കടത്തിവിട്ടിട്ടില്ല. പരീക്ഷ ദൈവം അനുവദിച്ചാൽ അത് പാട്ടായിട്ട് പാടിയാലേ നമുക്കറിയത്തുള്ളൂ. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. നമ്മൾ പറയും എന്തിനെന്ന് ചോദിക്കില്ലെന്ന് ഞാനത്. ആദ്യത്തെ ദിവസം തൊട്ട് നമ്മൾ ചോദിക്കുന്നത് എന്തായിരിക്കും? ദൈവമേ നീ എന്നോട്. എന്നാലും അതിന് കാരണം ദൈവത്തിന് എന്നെക്കുറിച്ച് സാക്ഷ്യം പറയാൻ ഇഷ്ടമാണ്. പല പരീക്ഷയിൽ കൂടിയും കടന്നു പോകുമ്പോൾ കർത്താവ് പറയാണ്, നിന്നെക്കുറിച്ച് സാക്ഷ്യം പറയാൻ എനിക്ക് ഇഷ്ടമാണ്. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം, ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യം. ഈ 3 സ്ഥലത്തും യഹോവയാം ദൈവത്തിന്റെ വായ തന്റെ ദാസനായ ഇയ്യോബിനെ കുറിച്ച് ഒരേ സാക്ഷ്യമാണ് പറയുന്നത്. എന്റെ ദാസനായ ഇയ്യോബോ നേരുള്ളവനും നിഷ്കളങ്കനും നീതിമാനും ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനുമാണെന്ന്. 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തില് ഇതേ കാര്യം യഹോവ പറയുമ്പോൾ സാത്താൻ തിരിച്ചൊരു കാര്യം ചോദിക്കുന്നുണ്ട്. അതെങ്ങനെ? നീ അവന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നത് കൊണ്ട് അവൻ നിന്നെ സ്തുതിക്കുന്നത്. ഈ വേലി ഒന്ന് പൊളിക്കാൻ നീ എനിക്ക് അനുവാദം താ, ഞാനിത് കാണിച്ചു തരാം. പലപ്പോഴും നമ്മൾ കെട്ടുന്ന വേലികൾ പൊളിയുമ്പോഴല്ലേ നമ്മുടെ വിശ്വാസം ആടി ഉലയുന്നത് അല്ലേ. നമ്മൾക്ക് ചില ധാരണകളുണ്ട്, ദൈവം ഇങ്ങനെയാണ്. പത്രോസ് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എനിക്കും വെള്ളത്തിൽ കൂടെ നടക്കണം. കർത്താവ് കൈ നീട്ടിയിട്ട് പറഞ്ഞു, പത്രോസ് നീ എൻ്റെ കൂടെ വെള്ളത്തിൽ ഇറങ്ങി വാ. പത്രോസ് വെള്ളത്തിൽ ക്രിസ്തുവിനോടൊപ്പം ഇറങ്ങി നിന്നു. പക്ഷെ ആർത്തിരമ്പുന്ന ഒരു തിര കണ്ടപ്പോൾ പത്രോസിന്റെ ഉള്ളം കലങ്ങിപ്പോയി. പത്രോസ് ഭയന്നുപോയി. അവന്റെ നോട്ടം ക്രിസ്തുവിൽ നിന്നും മാറിപ്പോയി. പലപ്പോഴും ജീവിതത്തിൽ ചില ഇളക്കങ്ങൾ തട്ടുമ്പോൾ, ചില വേലികൾ പൊളിയുമ്പോഴല്ലേ നമ്മൾ നിരാശയിലേക്ക് കൂപ്പുകുത്തുന്നത്.
എന്നാൽ ഇയ്യോബിന്റെ ജീവിതത്തില് 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ആകുമ്പോഴത്തേക്കും ഇയ്യോബിന് സകലതും നശിക്കുകയാണ്. ഇയ്യോബിന്റെ ഭാര്യ ഇയ്യോബിനോട് 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇനിയും നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാതെ തള്ളിപ്പറഞ്ഞൂടെ എന്ന്. ഇയ്യോബ് മറുപടിയായിട്ട് പറയുക, നമ്മുടെ ദൈവത്തിൽ നിന്ന് നന്മകളെ സ്വീകരിക്കുന്നതെങ്കിൽ ദൈവത്തിൽ നിന്ന് തിന്മകളെയും സ്വീകരിക്കാൻ. കാരണം ദൈവം ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചില പരീക്ഷണങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ ഓർക്കുക, എൻ്റെ കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ 3 പ്രതിസന്ധികളാണ്, 3 തരത്തിലുള്ള പ്രതിസന്ധികളാണ് ഉള്ളത്. ഒന്നാമത്തെ പ്രതിസന്ധി എന്താണ്? കർത്താവ് നമ്മളെ ചെത്തിവെടിപ്പാക്കുന്ന ചില പ്രതിസന്ധികൾ. കർത്താവ് നമ്മെ തന്നെ ചെത്തിവെടിപ്പാക്കുന്ന പ്രതിസന്ധി. പലപ്പോഴും പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ തകർന്നു പോകുന്ന എന്താണെന്നറിയോ? അത്ഭുതങ്ങൾ നടത്തുന്ന ദൈവത്തെയാണ് നമുക്കിഷ്ടം, അനുദിനം നടത്തുന്ന ദൈവത്തെ അല്ല. അത്ഭുതങ്ങളിൽ കൂടി നടത്തുന്ന ദൈവത്തെ കാംക്ഷിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് അനുദിനം നടത്തുന്ന ദൈവത്തെ സ്തുതിക്കാനാണ്. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തില് ഹബക്കൂക്ക് പ്രവാചകൻ സാക്ഷിച്ച് പറയുന്നുണ്ട്. 3-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ വിഭ്രമരാഗത്തിലാണ്, സങ്കടത്തോടെയാണ്. 17-ാം വാക്യത്തിൽ ഹബക്കൂക്ക് പ്രവാചകൻ പറയാ, അത്തിമരങ്ങൾ എനിക്ക് പൂത്തില്ലെങ്കിലും, മുന്തിരിവള്ളികൾ വാടിപ്പോയാലും, ആലയിലുള്ള എൻ്റെ ആടുകളെല്ലാം ചത്തുപോയാലും, ഒലിവിന്റെ കായെല്ലാം തകർന്നു പോയാലും, യഹോവയാണ് എൻ്റെ ആനന്ദം, യഹോവയാണ് എൻ്റെ ബലം. ഒന്നാമത്തെ പ്രതിസന്ധി, കർത്താവ് അറിഞ്ഞുകൊണ്ട് നമ്മെ ഉയർത്തുവാൻ വേണ്ടി ആർക്കുമില്ലാത്ത പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഓർക്കുക, ആർക്കുമില്ലാത്ത നന്മകൾ ദൈവം നമുക്കായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുമ്പോൾ ഓർക്കുക, പിൻപിൽ ഫറവോന്റെ സൈന്യത്തെയും കാണുമ്പോൾ ഓർക്കുക, ചെങ്കടലിനെ പകുത്ത് ഉണങ്ങിയ നിലത്തുകൂടി നടത്തുന്ന സർവശക്തനായ ദൈവം അവരോട് കൂടെയാണുള്ളത്. നമ്മൾ നടക്കുമ്പോൾ മുമ്പിൽ വെളിച്ചമെങ്കിൽ പിൻപിൽ നിഴലുണ്ടാകും, പിൻപിൽ വെളിച്ചമെങ്കിൽ മുൻപിൽ നിഴലുണ്ടാകും. എന്നാൽ നിന്നിൽ വെളിച്ചമെങ്കിൽ നീയുമില്ല, നിഴലുമില്ല, വെളിച്ചം മാത്രമാണ് ഉണ്ടാകുക. ദൈവം നമ്മോട് കൂടെ, വചനമാം ദൈവം നമ്മോട് കൂടെ വസിക്കുമ്പോൾ, ഈ വചനത്തെ ഏറ്റെടുക്കുമ്പോൾ മാത്രമാണ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം ഇങ്ങനെ പറയാണ്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. 2-ാമത്തെ പ്രതിസന്ധി ശത്രു വരുത്തുന്ന പ്രതിസന്ധിയാണ്. ശത്രു നമുക്ക് വരുത്തുന്ന പ്രതിസന്ധിയാണ്. ഈ ശത്രു നശിപ്പിക്കുന്നു പറയുമ്പോൾ ഒരു ചോദ്യമുണ്ട്, ആരാണ് ശത്രു? വെല്ലും ശത്രുക്കളെ നിന്നാൽ ഞങ്ങൾ ഹല്ലേലൂയ. ആരാണ് ശത്രു? ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് സാത്താനും സാത്താന്റെ തന്ത്രങ്ങളുമാണ് അവന്റെ ശത്രുക്കൾ, അല്ലേ? ഏത് മേഖലയിലാണോ നമുക്ക് ബലഹീനതയുള്ളത് അവിടെയാണ് ശത്രു മുതലെടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആരാണ് ശത്രു എന്ന് മനസ്സിലാക്കും. എൻ്റെ ശത്രു എൻ്റെ ദേഷ്യമാണ്. പലപ്പോഴും പറയരുതാത്തത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ അയ്യോ പറയണ്ടായിരുന്നു. എൻ്റെ നാവാണോ എൻ്റെ ശത്രു? യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 26-ാം വാക്യം ഓർമ്മിപ്പിക്കുന്നു, ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനാണെന്ന് നിരൂപിച്ചാൽ തൻ്റെ ഭക്തി ദൈവസന്നിധിയിൽ വ്യർത്ഥമാണ്. നാവാണോ എൻ്റെ ശത്രു? എൻ്റെ ചിന്തയാണോ എൻ്റെ ശത്രു? എൻ്റെ നോട്ടങ്ങളാണോ ശത്രു? ഏതിലാണ് ഞാൻ വീണു പോകുന്നത്? ചിലർക്ക് ഉറക്കമാണ് ശത്രു. പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നത് മാത്രം അറിയാം, പിന്നെ ആരെങ്കിലും വിളിച്ചുണർത്തിക്കൊണ്ട് പോകുമ്പോഴാണ് എന്തറിയുന്നത്? പ്രാർത്ഥന. പള്ളിയിൽ വരും, ചിലർ വചനം കേൾക്കാൻ വരുന്ന ഉത്സാഹമൊക്കെ കണ്ടാൽ തോന്നും മുഴുവൻ വേദോത്സവം പഠിച്ചിട്ട് ഇന്ന് വന്നിരിക്കുന്നത് മാത്രം അറിയാം. അന്നേരം തൊട്ട് എന്താണ്? ഈ ഉറക്കമാണോ ശത്രു? പലപ്പോഴും രാവിലെ പ്രാർത്ഥിക്കാൻ ഉണരാത്തതിന്റെ കാരണം എന്താ? ഇച്ചിരിയും കൂടി കിടക്കാവുന്ന. വൈകിട്ടെന്താ? ഈ ക്ഷീണമാണ് എൻ്റെ ശത്രു. സ്ഥിരമായി ഞാൻ കാണുന്ന TV ആണോ എൻ്റെ ശത്രു? പലപ്പോഴും നമ്മുടെ ശത്രു എന്താണെന്നറിയോ? ഫോണാണ് നമ്മുടെ ശത്രു. ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവും മിത്രവും ഒക്കെ ആരാന്നറിയോ? നമ്മൾ ഫോണാണ്. ഈ തീക്കൊരു പ്രത്യേകതയുണ്ട്. തീ വളരെ അനുഗ്രഹമാണ് അടുപ്പിൽ കത്തുമ്പോഴാണ്. ഈ അടുപ്പിൽ നിന്ന് അടുക്കളയ്ക്ക് തീ പിടിച്ച് വീട് കത്തിക്കഴിഞ്ഞാൽ ഈ തീ അത്ര അനുഗ്രഹമൊന്നുമല്ല. ഇതുപോലെയാണ് പലപ്പോഴും ഈ കാനായിലെ കല്യാണ വിരുന്നിൽ നമ്മളാണ് പോയിരുന്നതെങ്കിലുണ്ടല്ലോ,
തീർച്ചയായിട്ടും അവിടുത്തെ വിവരം തമ്പുരാനോട് പറയല്ല ചെയ്യുക. ആദ്യം തന്നെ കിട്ടിയത് ഫോട്ടോ എടുത്ത് ഫോർവേഡ് ചെയ്യുകയേ ചെയ്യത്തുള്ളൂ. നമ്മൾ അതിൽ അതിവിദഗ്ധരാണ്. കിട്ടിയത് ഫോട്ടോ എടുക്കുക, ഫോർവേഡ് ചെയ്യുക, അതിൽ നമുക്കൊരു പ്രത്യേക ആനന്ദം കണ്ടെത്തുന്നവരാണ് നമ്മൾ. ഇവിടെ പാപിനിയായ സ്ത്രീ എന്ന് പറഞ്ഞൊരു സ്ത്രീയെ മുദ്രയെടുത്തി കല്ലെറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരും. ക്രിസ്തു ഇത് കേട്ടിട്ട് ഒന്നും അറിയാത്തതുപോലെ കുനിഞ്ഞിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ക്രിസ്തുവിന് അതിന് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറയാതെ കുനിഞ്ഞിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം എന്തായിരിക്കാം? പണ്ടൊരു 33 വർഷങ്ങൾക്ക് മുൻപ് യഹൂദ മലനാട്ടിൽ മറിയാം എന്നൊരു പെൺകുട്ടി ഗർഭം ധരിച്ചിരുന്നു. അന്ന് യൗസേപ്പ് എന്ന പുരുഷൻ നീതിമാനല്ലായിരുന്നുവെങ്കിൽ ആ ദേശത്തിലുള്ളവർ മുഴുവൻ ആ സ്ത്രീയെ കല്ലെറിയുമായിരുന്നു. നീതിമാൻ എന്ന വാക്കിന്റെ അർത്ഥം വിശുദ്ധ വേദപുസ്തകം പറയുന്നത് നീതിമാനായതുകൊണ്ട് രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്നാണ്. ഈ നീതിമാന്റെ ലക്ഷണമാണ് രഹസ്യത്തിൽ കാര്യങ്ങളെ, മറ്റുള്ളവരുടെ കുറ്റങ്ങളെ പരസ്യത്തിൽ പറയുന്നത് നമുക്കൊരു ആഘോഷമാണ്. കാരണം അതെൻ്റേതല്ലല്ലോ, അതെൻ്റേതല്ലല്ലോ, എൻ്റെ അയൽപക്കത്തെ അല്ലേ, അല്ലെ എൻ്റെ സഭയിലെ അല്ലേ, അല്ലെ എൻ്റെ മറ്റുള്ളവരുടെ അല്ലേ. എന്നാൽ അവൻ നീതിമാനായതുകൊണ്ട് അത് ഫോർവേഡ് ചെയ്യാൻ ആഗ്രഹിച്ചില്ല. നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ ബലഹീനത എന്താന്ന് ചോദിച്ചാൽ, കിട്ടുന്നതിന്റെ വശമോ ദിശയോ ഒന്നും നമുക്ക് വിഷയമല്ല. എന്നിട്ട് പറയും നീ ആയിട്ട് ആരോടും പറയണ്ട, ഞാൻ നിന്നോടായതുകൊണ്ട്. ഇങ്ങനെ ഒരു ആനന്ദം കണ്ടെത്തുമ്പോൾ ഈ ശത്രു നിന്നിൽ തന്നെയാണ്. എൻ്റെ ബലഹീനത എവിടെയാണോ നമ്മുടെ അവകാശവും സന്തോഷവും പലപ്പോഴും നശിപ്പിക്കുന്നത് ഈ ഒരു ശത്രുത എൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളത് കൊണ്ടാണ്. മൂന്നാമത്തെ ശത്രു എന്താണെന്നറിയോ? വിളിച്ചു വരുത്തുന്ന പ്രതിസന്ധിയാണ്. മൂന്നാമത്തെ പ്രതിസന്ധി വിളിച്ചു വരുത്തുന്ന പ്രതിസന്ധിയാ. തെറ്റാണെന്നറിയാമെങ്കിലും വീണ്ടും തെറ്റുകളെ ആവർത്തിക്കപ്പെടുകയാണ്. അരുതുകളെ താലോലിക്കാൻ നമുക്കേറെ ഇഷ്ടമാണ്. പലതിൻ്റെയും അതിർവരമ്പുകൾക്ക് നിശ്ചയമില്ലാഴിക നമ്മുടെ ഒരു ശീലമായി മാറിയിരിക്കുകയാണ്. അരുതുകളെ താലോലിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടാറുണ്ടോ? കുടുംബ പ്രാർത്ഥനയുടെ ചെയ്യാതിരിക്കുന്നത് അതിൻ്റെ അതിർവരമ്പുകളെ, മക്കളുടെ അവകാശത്തെ നിഷേധിക്കുകയാണ്. ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ളൊരു കണക്ടറാണ് ഞാൻ. എൻ്റെ ദൈവവും എൻ്റെ മക്കളും തമ്മിലുള്ളൊരു കണക്ടറാണ് ഞാൻ. എൻ്റെ മാതാപിതാക്കളിൽ ഞാൻ നേടിയെടുത്ത വിശ്വാസം എൻ്റെ മക്കളിലേക്ക് കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഞാൻ അരുതുകളെ താലോലിക്കുക തന്നെയാണ് ചെയ്യുന്നത്. പലപ്പോഴും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് സമയം കിട്ടാറുണ്ടോ? ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധം, കുടുംബത്തിൽ അകത്ത് വിളിച്ചു വരുത്തുന്ന പ്രതിസന്ധി. നമ്മുടെ കുടുംബങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മുടെ എല്ലാം വീടുകളില് ഊണുമേശ എപ്പോഴും TV-യുമായിട്ട് അഭിമുഖമായിരിക്കും അല്ലേ? ചോറെടുത്ത് വെക്കുമ്പോൾ തന്നെ എന്തുകൂടെ ഓൺ ചെയ്യും? പണ്ട് ഇല്ലായ്മയുടെ കാലത്ത് പോലും വട്ടത്തിലിരുന്നു കൊണ്ട് അപരന്റെ പാത്രത്തിൽ, സഹോദരന്റെ പാത്രത്തിൽ, അമ്മയുടെ പാത്രത്തിൽ, അപ്പന്റെ പാത്രത്തിലൊക്കെ ഇല്ലാതിരുന്നത് മക്കള് കണ്ടിരുന്നത് പരസ്പരം പങ്കുവെച്ച് പകുത്തുകൊടുത്താണ്. ഇന്ന് നമ്മൾ പറയും അല്പം പോലും തമ്മിൽ സ്നേഹമില്ല, രണ്ടെണ്ണമേ ഉള്ളൂ. യുദ്ധം കണ്ടാല് 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. ആരാണ് കാരണക്കാർ? പങ്കുവെക്കാൻ നമ്മൾ പഠിപ്പിക്കുന്നില്ല. അരുതുകൾ, ചില പ്രതിസന്ധികൾ ഇത് അരുതാണെന്നറിഞ്ഞിട്ടും 2 മക്കൾക്ക് 2 ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുത്ത് 2 മക്കളുടെയും പ്രീതി വാങ്ങാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഓർക്കുക, ഒന്നിൽ നിന്ന് പകുക്കാൻ നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നില്ല. എന്തുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്നില്ല? നമുക്ക് പകുത്തു കൊടുക്കുവാൻ, പങ്കുവെക്കുവാൻ നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കുമെന്നറിയാമോ? ആയുസിന്റെ വഴിയിൽ ദൈവ സാന്നിധ്യത്തെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. ഒന്നിച്ചിരിക്കാനുള്ള സമയം എൻ്റെ ജീവിത പങ്കാളിക്ക് ഞാൻ നിഷേധിക്കുന്നുണ്ടോ? ഒന്നിച്ചിരിക്കാനുള്ള സമയം എൻ്റെ മക്കൾക്ക് ഞാൻ നിഷേധിക്കുന്നുണ്ടോ? എന്നിട്ട് നമ്മൾ നാളെ മെഴുകുതിരിയും പൂവുമായിട്ട് കല്ലറയുടെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ പുഴു നമ്മളെ നോക്കി ചിരിക്കും. എല്ലാം കഴിഞ്ഞൊടുവിൽ കല്ലറയുടെ മുൻപിൽ വന്ന് പൂവുമായി നിന്നതുകൊണ്ട് കാര്യമില്ല. നമ്മളെക്കാൾ വീരന്മാരൊക്കെ ആയവരവിടെ കിടന്നിട്ട് പറയുന്നുണ്ട് നമ്മളോട്, അല്ലേ? നമ്മൾ ചൊല്ലിയില്ലേ കഴിഞ്ഞ ദിവസം? ഖബർ തുറന്നു നിരീക്ഷിക്കാം, വീരന്മാരും സുന്ദരരും നിശേഷം നാശം പൂണ്ടു, അവരയ്യോ മണ്ണായി. അവര് നമ്മളെക്കാൾ വീരന്മാരായിരുന്നു, ജീവിച്ചപ്പോൾ ദൈവത്തെക്കാൾ അധികം കൽപ്പിച്ചവരുമായിരുന്നു. എന്നാൽ എല്ലാവരും കാലയവനികയ്ക്കുള്ളിൽ മാറ്റപ്പെടുമ്പോൾ വരും തലമുറയ്ക്ക് മുൻപിൽ മാതൃക വെക്കാൻ എന്താണുള്ളത്? എവിടെയാണ് എന്നിൽ ഉണങ്ങിയിരിക്കുന്ന സ്വഭാവം? എവിടെയാണ്? കർത്താവ് ഇന്ന് ചോദിക്കുകയാണ്, ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമോ? മനുഷ്യപുത്ര, ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമോ എന്ന്. കർത്താവേ, എന്നിലെ ഉണങ്ങിയ അസ്ഥികൾ എന്തെന്ന് ഞാൻ അറിയുന്നു.
ചില പ്രതിസന്ധികൾ ജീവിതത്തിൽ നമ്മുടെ അകത്തുള്ള ശക്തിയെ പുറത്തു കൊണ്ടുവരാനാ. ചിലത് അയ്യോ തെറ്റുപറ്റിപ്പോയി എന്ന് സാക്ഷിക്കുവാനുമാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ ഈ യോന പ്രവാചകനെ പോലെയാ. യോന പ്രവാചകന്റെ പ്രത്യേകത എന്തായിരുന്നു? 4-ാം അധ്യായത്തിൽ ആവണക്കിന്റെ ചുവട്ടിൽ സുഖമായിട്ടിരുന്ന യോന പുഴുവന്ന ആവണക്കെ കുത്തിയത് യോന അറിഞ്ഞില്ല, ആവണക്കെ കയറിയത് യോന അറിഞ്ഞില്ല, ഇലവാടിയത് യോന അറിഞ്ഞില്ല, കരിഞ്ഞത് മാത്രമാണ് യോന അറിഞ്ഞത്. പലപ്പോഴും ദൈവസന്നിധിയിൽ അയ്യോ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ ചിന്തിക്കാൻ സമയം തരും. ഇതിൻ്റെ തുടക്കം ഞാനായിരുന്നോ എന്ന്. ചില നിഷ്ക്രിയത്വത്തിൽ നിന്നൊരു വീണ്ടെടുപ്പ്. യഹോവയുടെ വചനം അസ്ഥിമേൽ വീശിയപ്പോൾ അസ്ഥികൾക്ക് ഞരമ്പും മജ്ജയും വെച്ച് യഹോവയുടെ ശ്വാസം അതിന്മേൽ വന്നപ്പോൾ അത് ചലിക്കുന്ന ദേഹിയായി തീർന്നു. സത്യമായും ദൈവത്തിന്റെ വചനം കർത്താവെ, ഉണങ്ങിയിരിക്കുന്ന നിഷ്ക്രിയമായിരിക്കുന്ന എൻ്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ, എൻ്റെ വിശ്വാസത്തിന്റെ മേഖലകളിൽ, എൻ്റെ ആരാധനയുടെ മേഖലകളിൽ, എൻ്റെ നോമ്പിന്റെ മേഖലകളിൽ എവിടെയാണോ ഒരു നിഷ്ക്രിയത്വം കടന്നു വന്നിരിക്കുന്നത്, സത്യമായിട്ടും അതിനെ കണ്ടെത്തുവാനും പരസ്പരം കുറ്റപ്പെടുത്തുന്നവരല്ല, പരസ്പരം വിമർശിക്കുന്നവരല്ല, ക്രിസ്തുവിൽ ചേർത്ത് പിടിക്കുവാൻ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഈ 2-ാം അവസരത്തിൽ, ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഈ ധന്യമായ ജീവിതത്തിൽ പരസ്പരം കുറവുകളെ മനസ്സിലാക്കി എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെല്ലാം കർത്താവ് അറിയാതെ ഒന്നും വരുന്നില്ല എന്ന് മനസ്സിലാക്കാനും, എൻ്റെ ജീവിതത്തിലെ ശത്രുവിനെ അതിജീവിക്കുവാനും, എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്തെന്ന് കണ്ടുപിടിക്കുവാനും, പരസ്പരം കുറ്റപ്പെടുത്താതെ, പരസ്പരം മുറിവേൽപ്പിക്കാതെ ദൈവത്തിൻ്റെ സ്നേഹം പകർന്നുകൊണ്ട് ജീവിക്കുവാനും, ഉണങ്ങിയ അവസ്ഥകളെല്ലാം ഈ 2024 നോമ്പിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ, അതാണല്ലോ നോമ്പ് പഠിപ്പിക്കുന്നതും. ആദ്യത്തെ ആഴ്ചയിൽ ശൂന്യമാകാൻ നീ തയ്യാറാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ശൂന്യമായ പാത്രങ്ങളിൽ നിറയ്ക്കുന്ന ഒരു ക്രിസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് നോമ്പ്. ലെൻഡ് ഈസ് ദ ടൈം ഓഫ് റിപ്പൻറ്റൻസ്. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് റിപ്പൻറ്റ് ചെയ്യാനുള്ള അവസരം. 2-ാമത്തെ ആഴ്ചയിൽ ശുദ്ധനാവാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്ന കർത്താവിനെ കാണാം. ഇറ്റ്സ് എ ടൈം ടു റീവാലുവേറ്റ്. നമ്മെ തന്നെ റീവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. 3-ാമത്തെ ആഴ്ചയിൽ തളർവാദ രോഗിയോട് ചോദിക്കുന്നുണ്ട്, ഈ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേൽക്കാൻ. ഇറ്റ്സ് എ ടൈം ടു റീന്യൂവൽ. നിന്നെ തന്നെ പുതുക്കാൻ നമുക്ക് സാധിക്കാൻ, നമ്മെ തന്നെ പുതുക്കാൻ. അടുത്ത ആഴ്ചയിൽ പുറജാതിക്കാരി സ്ത്രീയുടെ വിശ്വാസത്തെ കാണുന്നുണ്ട്. ഇറ്റ്സ് എ ടൈം ഓഫ് റീജനറേറ്റ്. നമ്മളെ തന്നെ ഒന്ന് റീജനറേറ്റ് ചെയ്യാൻ, ഒന്ന് പുനർജീവിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? കൂനിയെ നിവർത്തുന്നു. എവിടെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ കൂന്? അത് കണ്ടെത്തി ഒന്ന് റീഡെഡിക്കേറ്റ് ചെയ്യാൻ. ഇറ്റ്സ് എ ടൈം ഓഫ് റീഡെഡിക്കേഷൻ. നമ്മൾ തന്നെ ഒന്ന് റീഡെഡിക്കേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അപ്പോൾ മാത്രമാണ് അന്ധന് കാഴ്ച കൊടുത്തുകൊണ്ട് കർത്താവ് അവൻ്റെ ഉൾക്കണ്ണുകളെ തുറന്ന് കർത്താവ് പറയാണ്, യു ഗോ ആൻഡ് റീപ്രൊഡ്യൂസ്. പുതിയതാക്കി മാറ്റുക, ഒന്ന് റീസൈക്കിൾ ചെയ്ത് നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കുവാൻ, നമ്മളെ തന്നെ ഒന്ന് മാറ്റുവാൻ, ഉണങ്ങിയ അസ്ഥികളെ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സന്ധ്യയിൽ ഒരുമിച്ചായിരിക്കാൻ ഇടവരുത്തിയ സർവശക്തനായ ദൈവത്തിന് കോടാനുകോടി സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ആയതിന് അവസരം തന്ന ഏറ്റവും ബഹുമാന്യനായ തിരുമേനിയോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. ആയതിലേക്ക് ഇവിടേക്ക് ക്ഷണിച്ച് ഇതിൻ്റെ സംഘാടകരോടുള്ള നന്ദി അറിയിക്കുന്നു. ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ എല്ലാവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് കർത്താവ് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിന്ന് ചോദിക്കുന്നു, മനുഷ്യപുത്ര, ഈ ഉണങ്ങിയ അസ്ഥികൾ ഇനി ജീവിക്കുമോ?